ഓക്കെ ഗൈസ്, ഞാനിവിടെ ജിമ്മിലൊന്നേക്കാം കേട്ടോ. ഇത് പിന്നെ എൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ തനിക്ക് ജിമ്മിലൊന്നാല് അല്ല പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് ഓണാക്കാം. ഞാൻ നിന്നോട് കയറി എനിക്കത് ഇഷ്ടമായിട്ട് നമുക്കത് ഓണാക്കാം. അയ്യ ഞാൻ ഇത് ഓണാക്കി കളഞ്ഞോ. അയ്യോ എൻ്റെ അമ്മ, ഓ ഞാൻ ഇപ്പം തെറിച്ചു പോയത്. നമ്മളവിടെ ഫുൾ ഷോ. ഓ അയ്യോ ഇതെന്നത് എനിക്ക് ഓടം നിർത്താൻ പറ്റുന്നില്ല. അയ്യോ രക്ഷിക്കണേ. എൻ്റെ അമ്മച്ചി എൻ്റെ തലടിഞ്ഞു പൊളി. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീട്ടിൽ പോയി കുളിക്കാം. ഇത് സൈക്ലിങ് ചെയ്യേണ്ടതാ. ഞാൻ പിന്നെ ചെറിയ വില്ലേജിലാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടേക്ക് വന്നു. എൻ്റെ ഡാഡിയെ ഇവിടെ പിന്നെ വലിയ കാര്യമായിട്ട് ഒന്നും ആശ്വാസം കിട്ടുന്നില്ല. ഡിഫൻഡർ ഉണ്ടല്ല അച്ഛൻ്റെ, അച്ഛനിപ്പോൾ വീട്ടിലില്ല. വണ്ടിയാണെങ്കിൽ ഓഫാ. എന്ത് ചെയ്യാൻ? ഇരുന്നത് വണ്ടി ഓഫാക്കിയിട്ട് അച്ഛൻ ജോലിക്ക് പോയത്. എന്നിട്ട് വേണ്ട ബാക്കിൽ നിന്ന് എക്സ്ട്രോസിന് പുക വരുന്നുണ്ട്. വണ്ടി വരുമ്പോൾ കംപ്ലൈൻ്റ് ആവും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സൈക്കിളെടുത്ത് നമുക്ക് കറങ്ങാൻ പോവാം. ഓക്കെ ഗൈസ്, ഞാൻ സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് എൻ്റെ അല്ല ഡാഡിയുടെ ആണെന്ന്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. പിന്നെ ഈ സൈക്കിളിൽ തന്നെ റേഡിയോ ഒന്നും ഇല്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഇന്ത്യൻ ഗവൺമെൻറ് റേഡിയോ ഒന്നും വെക്കില്ല. അയ്യോ കർമ്മ അറിയാണ്ട് പോയി ഇടിച്ച്. ആൾക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, സൈക്കിളെടുത്ത് വല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. മുമ്പിൽ ഡിഫൻഡർ ആരുണ്ട്, നമുക്കവിടെ മാസ്ക് അടിക്കാം. എന്നാ പിടിച്ചോ. അയ്യോ നല്ല മാസമായി പോയി. എന്താ പണികൾ നോക്കുന്നു വിചാരിച്ചാ ഓടാന്ന് കേറണവാ. ഇതേപോലത്തെ ടൈപ്പിലൊന്നും നിനക്ക് അല്ല പിന്നെ അത് ശരി. അത് എനിക്ക് എന്നെ വിശ്വാസമില്ല. ഇങ്ങനെ വിശ്വാസം ഉണ്ടാവുമായിരിക്കും. ഞാൻ മരയിൽ പക്കത്ത് മുന്നല്ലേ. ഞാൻ നേരെ പോണത് സ്റ്റണ്ട് റേസിനാണ്. എന്തോ സ്റ്റണ്ടൊക്കെ ഉണ്ട്. നമുക്ക് സൈക്കിൾ സ്റ്റണ്ട് ചെയ്യാൻ പറ്റും തോന്നില്ല കേട്ടോ. അവിടെ ഓൾറെഡി സൂപ്പർ ബൈക്സ് വെച്ച് മാത്രമേ സ്റ്റണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജയിക്കുന്നവർക്ക് ഡയമണ്ട് സൂപ്പർ കാറാ. എനിക്ക് എന്തായാലും ഇത് വേണം, ഉറപ്പായും വേണം. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, റേസിങ് ഇറക്കുന്ന സ്ഥലത്ത് പോകും. ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ മതി. അവിടെയാണ് റേസ് എടുത്ത് നിൽക്കുന്ന സ്ഥലം. ഇതിലെങ്ങനെ ആരെങ്കിലും തോക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളെ സ്റ്റണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ വണ്ടികൾ. കാണാൻ ഭക്ഷണമൊക്കെ ഉണ്ട്. ഇതെന്തത് ടാർസൻ്റെ കാറാ? ഇത് മറ്റേ സിനിമയിലുള്ള കാറല്ലേ? എനിക്ക് തോന്നണത് വേറെ എന്തായിട്ടാണെന്നാ. മിക്കവാറും പ്രൈസ് മണി ഇതായിരിക്കും. അതായത് വിന്നിങ് റേസ് അതായിരിക്കും തോന്നുന്നത്. ജയിക്കുന്നവർക്ക് ഈ ടാർസൻ്റെ കാറിന് കൊടുക്കും. അതായിരിക്കും. വണ്ടികളൊക്കെ ഒന്നും പറ്റാൻ പാടില്ല. എനിക്കാരും ഇവിടുത്തെ ഓണർ നമ്മൾ തല്ലു പിടിക്കും. എനിക്ക് പിന്നെ ഹെൽമെറ്റ് ഓടിച്ചാലും ശരിയുള്ളൂ. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടികളൊന്ന് നോക്കാം. എൻ്റെ വണ്ടിക്ക് ഇവിടെ സ്ഥാനം ഉണ്ടോയെന്ന് എനിക്ക് തോന്നില്ല. ഈ ഹയാബൂസ് നൈസായിട്ടുണ്ട്, ഒരു നല്ലൊരു നീറ്റ്, അത് കൊള്ളാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഞാനിത് ഇങ്ങോട്ട് വിട്. ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്തായാലും അച്ഛനൊരു സർപ്രൈസ് കൊടുക്കണം, അതിൻ്റെ ആഗ്രഹം. ഓ അറത് അറത് അച്ഛനാടാ. എന്തൊക്കെയുണ്ട്? അച്ഛനാ? ഇതെൻ്റെ അച്ഛനല്ലല്ലോ. എടാ മണ്ട, ഞാൻ കളിയാക്കിയതാ. നീ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരാണോ? ആ സാറേ, സാറാണോ ഈ റേസ് എടുത്ത ആള്? അതെ ഞാൻ തന്നെ. അല്ല നീ ഏതടാ? ഇപ്പം ആട്ട സൈക്കിൾ കൊണ്ടാണോ നീ റേസ് വയ്ക്കാൻ പോകുന്നത്? അല്ല സാറേ, എന്ത് ചെയ്യാൻ, നമ്മളൊക്കെ കാവങ്ങളല്ല യാവങ്ങളല്ല. നീ ഇറങ്ങിപ്പോടാ, നിനക്കും ഇവിടെ അവകാശമില്ല. സാറാണോ അവിടുത്തെ റേസ് എടുക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ മലയാളത്തിലല്ലേ പറഞ്ഞേ ഞാനാണ് റേസ് എടുക്കുന്നത്. അല്ല ഈ ഗോൾഡൻ കാർസിൻ്റെ കാർ തന്നെ ഇപ്പോഴാണ് കാണുന്നത്. ജയിക്കുന്നവർക്ക് ഈ കാർ കൊടുക്കും. എന്താ കാര്യം?
ഇത് സാധാരണ മറ്റേ സിനിമയിലുള്ള കാറല്ലേ, അതുകൊണ്ട് വെച്ചതാ. എന്താടാ സിനിമയിലത്തെ കാർ കൊണ്ട് പ്രൊണൗൺ ചെയ്യാൻ പറ്റില്ലേ? ഏയ് പറ്റും, അത് ഞാളെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേലാലല്ലേ. ഓ നീ വേറെ ഷോടിന്ന് അടിക്കാൻ നിൽക്കട്ടോ, ഇറങ്ങിപ്പോടാ എൻ്റെ പേട സൈക്കിളും കൊണ്ട്. ആ ശരി, തനിക്കാൻ തരാടോ. അല്ല എനിക്ക് ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ പറ്റുമല്ലോ, പക്ഷെ നിങ്ങൾ നല്ല വണ്ടി മേടിക്കണം. അതിനെ മേടിച്ചോളാം, സെറ്റാ. ഓക്കെ ഗൈസ്, ആൾ പറഞ്ഞത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഊച്ചാളി വണ്ടി, ഈ സൈക്കിളൊന്നും പോരാ, എന്തെങ്കിലും വേണം. അതായത് സൂപ്പർ ബൈക്കൊക്കെ ഇല്ലേ, അങ്ങനത്തെ വണ്ടികളൊക്കെ വേണം, അല്ലാണ്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് കുഴപ്പം. നമുക്ക് കാര്യം ചെയ്യാം, ഇവിടെ സോമനൊന്ന് വിളിച്ചു നോക്കാം. അതെന്തായാലും വിളിക്കാതിരിക്കില്ല. സാധാരണ ഞാനങ്ങോട്ട് വിളിക്കാറ്, നോക്കാം അങ്ങോട്ട് വിളിക്കാറ്, അവനവിടെ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ ഞാൻ സോമൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ പറഞ്ഞത് ഇന്ന് രാത്രി വീട്ടിലേക്ക് എന്നോളാം, എനിക്ക് ഞാൻ ബൈക്കൊക്കെ തരാമെന്ന്. എന്നാൽ പിന്നെ രാത്രി അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുള്ള കാര്യമുള്ളൂ. രാത്രി അല്ലേ, ഇപ്പോൾ പോയാലും കുഴപ്പമില്ല. പക്ഷേ റേസ് എടുക്കണം നാളെയാ, എന്താണോ നല്ല റേസ് എടുക്കണം നാളെ എന്ന് പറയുന്നത് അത്ര കഷ്ടപ്പാടുണ്ടാക്കിയതുണ്ട്. നല്ല റേസ് എടുക്കുന്നതിനൊരു കാരണം, വലിയൊരു കാരണം. അണ്ണം റേസ് എടുക്കുന്ന പകല് 8 മണിക്ക്, നമുക്ക് 8 മണിയാവുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തണം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവൻ്റെ വീട്ടിൽ അവൻ്റെ ആത്മാവേണ്ടി പോവുക. അല്ലെങ്കിൽ വേണ്ട, അവൻ തരില്ലെന്ന് നേരത്തെ പറഞ്ഞേ. ആദ്യം പറഞ്ഞു ഞാൻ ചോദിച്ചേ ഇവിടെ തരാൻ പറ്റുമെന്ന്. അപ്പോൾ അവൻ പറയോ പറ്റൂലടാ, അവൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ടി വരും. ഈ ബൈക്ക് ഷോറൂമിൽ പോവാം, അവിടെ ഇഷ്ടം പോലെ ബൈക്കുകൾ കാണാൻ പറ്റും, അല്ലാതെ വരെ വഴിയില്ല. ഓക്കെ, ഇവിടെ നമ്മളങ്ങനെ മറ്റേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ ബൈക്കൊക്കെ വിളിക്കുന്ന സ്ഥലമില്ലേ, അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏത് ബൈക്ക് എടുക്കുക? ഇവിടെ ഇഷ്ടം പോലെ ബൈക്കുണ്ട്, ഏതെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ വേണ്ട സെയിലർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ സെയിലർ വന്നേക്കാണെന്ന് തോന്നുന്നുണ്ട്. ചേട്ടനാണോ സെയിലർ? അതെ, ഞാൻ തന്നെ സെയിലർ. അല്ല തനിക്കിപ്പോൾ എന്താ വേണ്ട? എന്തെടുക്കാൻ വന്ന? ഞാൻ ലോറി എടുക്കാൻ വന്നതാ. എന്താ ഇവിടെ ടിപ്പർ ലോറിയൊക്കെ ഉണ്ടോ? ആ സാറേ സോറി, ക്ഷമിക്കണം. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ടിപ്പർ എടുക്കാൻ വന്നല്ല, ഡംപർ എടുക്കാൻ വന്നത്. തർക്കുത്തരം പറഞ്ഞ ഗണ്ണാണ്ടിരിക്കണ്. വേണ്ട സാർ, ഞങ്ങളറിയാതെ പറഞ്ഞതാ, സോറി. അല്ല സാറിന് ഇപ്പം എന്താ വേണ്ടത്? ഏത് ബൈക്കാ സാറിന് ഇഷ്ടമായേ? എനിക്ക് R15 ഇഷ്ടപ്പെട്ടു. ഏത്? യമഹ R15. ഇവിടെ 3 യമഹയുടെ വണ്ടി ഉണ്ട്, ഏതാ വേണ്ടതെന്ന് ചൂസ് ചെയ്യും. എനിക്ക് ഈ R15 വേണോ? അതിനുണ്ട FC10 ഇല്ലേ, അതിൻ്റെ റേറ്റ് എത്രയാണ്? അതിൻ്റെ റേറ്റ് വേണത് 30,000 രൂപയാണ്. 30,000 രൂപയാണ്. അങ്ങനെ അത് വേണ്ട, അത് പോട്ടെ. ഈ R15 എത്ര വരണത്? R15 വരണത് മിനിമം 2,000 രൂപയാണ്. ഈ അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഈ യമഹ VMAXന് എത്രയാണ്? അങ്ങനെ വയ്ക്കുമ്പോൾ അതിന് ഒരു 2 കോടി ഉണ്ടാവും. എന്ത് 2 കോടിയോ? താൻ തോളം കൊള്ളടിക്ക് നിൽക്കണോ? അല്ല സാർ, അതിപ്പോൾ ഇവിടെ ട്രെൻഡായ വണ്ടിയാണ്, എല്ലാവരും ഉപയോഗിക്കണതും ആ വണ്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വിഷയമില്ല, അതുകൊണ്ട് 2 ലക്ഷമാക്കിയത്. എടോ ഇത്രയും വലിയൊരു ചെറിയ വണ്ടിക്കാണോ 2 ലക്ഷം? അപ്പം അതിൻ്റെ ടയറിൻ്റെ ഗ്രില്ല് 2 ലക്ഷം ഉണ്ടാവുമല്ലോ. അല്ല അത് പിന്നെ ആൾക്കാരെ വഴി ഉണ്ടായില്ലേ, അതല്ല ഉപയോഗിക്കണ്. സാറിനിപ്പോൾ ഏത് വണ്ടിയാണ് വേണ്ടത്? എനിക്ക് R15 ആൾക്കാരം മതി. എന്നാ പിടിച്ചോ. എന്നാ സാർ കാശാ ഞാനിന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, താൻ വേണമെങ്കിൽ നാളെ വാ വീട്ടിക്ക് വാട്ടാ. അയ്യോ സാറേ കാശ്, അയ്യോ വണ്ടി കൊണ്ട് ഇതാ പോണേ, കാശ് തരാണ്ട് ഇതാ പോണേ. എടാ പട്ടി നിൽക്കടാ അവിടെ, എന്നെ പെടത്തില്ല. അയ്യോ വണ്ടി ഓഫായല്ലോ. കാരണം മണ്ട, വണ്ടി ഓഫായതല്ല, വണ്ടിയിൽ പെട്രോളില്ല. ഞാനപ്പോൾ വണ്ടിയിൽ പെട്രോൾ അടിക്കാറില്ലേ? കിക്കറടിക്കുക വേഗം. കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ട് ആണല്ലോ. കിക്കറടിച്ച പറ്റണില്ലല്ലോ. ആളാ നിന്നെ ഞാനിപ്പോൾ ഫുട്ബോൾ കേൾക്കണ പോലെ കേൾക്കുകയും കിക്കറടി. ജസ്റ്റ് മിസ്. ഭാഗ്യം. നമുക്ക് എത്ര മടന്ന് ഇവിടുന്ന് പോവാ, നാളെ റേസ് കൊടുക്കും. കാശ് പോടോ. എടോ തനിക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാടോ.
വെയിറ്റ് ചെയ്യ്. അയ്യോ എൻ്റെ വണ്ടിയും കൊണ്ടുതാ പോണേ, എൻ്റെ വണ്ടിയും കൊണ്ടുതാ പോണേ. അവിടെ നിക്കടാ, ഞാൻ പോണു. നല്ല നമുക്കപ്പോൾ നാളാവുന്നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ശരിക്കും നാളെയാണ് റേസ് തുടങ്ങാറ്. പക്ഷേ ഇന്നൊരു കുഴപ്പമുണ്ട്. അതായത് ഈ വീഡിയോ 2 പാർട്ട് വെച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. 2 പാർട്ടും കൂടെ ബാക്കിയുണ്ട്. ആ ഒരു പാർട്ട് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.